പുതിയ PSC വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGSൻ്റെ 2025 റാങ്ക് ലിസ്റ്റ് വന്നതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. കേരള PSCയിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ള ലിസ്റ്റാണ് LGS. ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നതും ഈ LGS ലിസ്റ്റിൽ നിന്നാണ്. മാർക്ക് അല്പം പിന്നോട്ട് പോയവർക്കും റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് മാർക്ക് കുറച്ച് താഴോട്ട് വന്നവർക്കും പോസ്റ്റിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ളതാണ്. പോരാത്തതിന് സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവർക്കും നിയമനം ഉറപ്പായും പ്രതീക്ഷിക്കാവുന്ന പോസ്റ്റാണ് LGS. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അടിസ്ഥാന വിവരങ്ങളിലേക്ക് കടക്കുകയാണ്. 50% മെറിറ്റ്, അതായത് 50% മെറിറ്റ് ലിസ്റ്റിൽ നിന്നും 50% സംവരണം എന്ന രീതിയിലാണ് PSC നിയമനങ്ങളൊക്കെ നടക്കുന്നത്. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന 50% നിയമനങ്ങളിൽ പരീക്ഷയിൽ നിശ്ചിത കട്ട് ഓഫ് മാർക്ക് നേടിയ സംവരണ സമുദായങ്ങളിൽ പെട്ടവരും ഉൾപ്പെടും. അതായത് സംവരണ വിഭാഗത്തിലുള്ളവർക്കും മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് അർഹതയുണ്ട്. ബാക്കി 50% നിയമനങ്ങൾ പൂർണ്ണമായും സംവരണ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. ഈഴവ, പട്ടികജാതി, പട്ടികവർഗം, മുസ്ലിം, ലത്തീൻ, കത്തോലിക്ക അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ, OBC, വിശ്വകർമ്മ, SIUC നാടാർ, ഹിന്ദു നാടാർ, OX എന്ന് പറഞ്ഞാൽ മറ്റു ക്രിസ്ത്യാനികൾ, ധീരവ എന്നീ വിഭാഗങ്ങളിൽ പെട്ടവർക്കാണ് സാമുദായിക സംവരണം അനുവദിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സംവരണമുള്ളത് ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്കാണ്. ഇവർക്ക് ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളിൽ 11%, മറ്റു തസ്തികകളിൽ 14% സംവരണമുണ്ട്. മറ്റു സംവരണ സമുദായങ്ങളിൽപ്പെട്ടവർക്ക് PSC നിയമനങ്ങളിൽ ലഭിക്കുന്ന സംവരണ ശതമാനം ഇനി പറയുന്ന പോലെയാണ്. അതായത് LGSനെ സംബന്ധിച്ചിടത്തോളം, മറ്റു PSCയിലേക്ക് ഞാൻ കടക്കുന്നില്ല. LGS ലിസ്റ്റിൽ നിന്ന് എടുക്കുന്ന സംവരണം ഷെഡ്യൂൾ കാസ്റ്റ്, അതായത് SCക്ക് 8%, ഷെഡ്യൂൾ ട്രൈബ് STക്ക് 2%, അതർ ബാക്ക്വേർഡ് ക്ലാസ് OBC 27%, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS 10%. പഴയ ലിസ്റ്റ് നിലവിലുള്ളവരിൽ EWS കാണില്ല. ഇനി വരുന്നതും വരാനിരിക്കുന്നവയിലെല്ലാം EWS വിഭാഗക്കാർക്കും സംവരണം ഉണ്ടാകും. മുസ്ലിം 10%, ലാസ്റ്റ് ഗ്രേഡ് തസ്തികകൾക്കാണ് 10%, ലാസ്റ്റ് ഗ്രേഡ് ഇതര തസ്തികകൾക്ക് 12%, OBC 6%, പിന്നെ ലാസ്റ്റ് ഗ്രേഡ് ഇതര, അതായത് ലാസ്റ്റ് ഗ്രേഡിന് 6% OBC, 3% ലാസ്റ്റ് ഗ്രേഡ് അല്ലാത്ത തസ്തികകൾക്ക്, വിശ്വകർമ്മ 2%, 3% ലാസ്റ്റ് ഗ്രേഡ് ഇതര, SIUC നാടാർ 2-1, ഹിന്ദു നാടാർ 1-1, OX 2-1, ധീരവ 2-1, പട്ടികജാതി 8-8, പട്ടികവർഗം 2-2, ലത്തീൻ കത്തോലിക്ക 4-4. അങ്ങനെയാണ്. അപ്പോൾ EWS കൂടി വന്നപ്പോൾ EWS 10%. അത്രയുമാണ് ഈ സംവരണ ശതമാനങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂർ LGS കഴിഞ്ഞ, അതായത് എക്സ്പയർ ആയിപ്പോയ കണ്ണൂർ LGS റാങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ്. എക്സ്പയർ ആയിട്ടുണ്ടെങ്കിലും ഇനിയും ലാസ്റ്റ് ടൈമിൽ കുറച്ച് ഒഴിവുകളും കൂടിയും ഓരോ വകുപ്പുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒഴിവുകൾ ഇപ്പം നേരത്തെപ്പെടാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എക്സ്പയർ ആയെന്നും പറഞ്ഞ് അത് തള്ളിക്കളയാൻ പാടില്ല. ആ ലിസ്റ്റിൽ നിന്ന് ഇനിയും എടുക്കാനായിട്ട് സാധ്യത ഏറെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കണ്ണൂർ മാത്രമല്ല 14 ജില്ലകളിലും, അതായത് 1000-ഓളം ഒഴിവുകളാണ് ഈ ലാസ്റ്റ് ഗ്രേഡിൻ്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന ആ ആഴ്ചയിൽ വിവിധ വകുപ്പുകളിൽ നിന്നും കിട്ടിയിരിക്കുന്നത് 1000-ഓളം ഒഴിവുകളാണ്. അത് 14 ജില്ലകളിലും കൂടിയാണ്. അപ്പോൾ അത് കണ്ണൂർ ജില്ലയിലും അതിൻ്റെ എത്രയോ ഒഴിവുകൾ അവിടെ നിന്നും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ കണ്ണൂർ ജില്ലയെക്കുറിച്ച് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ ഈ എക്സ്പയറായ ലിസ്റ്റിൽ നിന്നും എത്രയാണോ അവിടെ ഒഴിവ് കണ്ടെത്തിയിരിക്കുന്നത് ആ ഒഴിവും കൂടിയും എക്സ്പയറായ ലിസ്റ്റിൽ നിന്നും കിട്ടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കഴിഞ്ഞ ലിസ്റ്റിലുള്ളവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ്
മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ LGS വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്നത്, അതായത് ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2022 ജൂലൈ 18 വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഇതുവരെ അവിടെ ടോട്ടൽ അഡ്വൈസ് നടന്നിരിക്കുന്നത് 584 അഡ്വൈസുകളാണ് നടന്നിരിക്കുന്നത്. ലാസ്റ്റായിട്ട് അഡ്വൈസ് നടന്നത് 2025 ജൂൺ 27 അതായത് 27/6/2025 ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് നടന്നിരിക്കുന്നത്. അപ്പോൾ അപ്പോയിൻമെൻറ്റിൻ്റെ വിവരങ്ങൾ കാറ്റഗറി വൈസിൽ ഞാൻ പറയാം. OC അതായത് ഓപ്പൺ കാറ്റഗറി വിഭാഗത്തിൽ നിന്നും 476 റാങ്ക് നമ്പറുള്ള മെയിൽ കയറിപ്പോയിട്ടുണ്ട്, അതായത് ജോലി കിട്ടിയിട്ടുണ്ട്. ഫീമെയിൽ 472 OC ജോലി കിട്ടി. ഇനി ഈഴവ വിഭാഗത്തിൽ 478 മെയിൽ, 471 ഫീമെയിൽ. SC വിഭാഗത്തിൽ നിന്ന് 29 സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള 29 റാങ്ക് നമ്പറുള്ള ആൾ, അതായത് മെയിലാണ് കയറിപ്പോയിരിക്കുന്നത്. 23 സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഫീമെയിലും കയറിപ്പോയിട്ടുണ്ട്. പിന്നെ ST വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 21 മെയിൽ കയറിയിട്ടുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഫീമെയിൽ 18 കയറിയിട്ടുണ്ട് ST വിഭാഗത്തിൽ. അടുത്തത് മുസ്ലിമിൽ മെയിൽ 515 മെയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കയറിയിട്ടുണ്ട്. ഫീമെയിൽ 530 ഫീമെയിലും കയറിയിട്ടുണ്ട്. ഇനി LC ഓർ AI അതായത് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 14 മെയിൽ കയറിയിട്ടുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും 15 ഫീമെയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നോക്കണം, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 15, 16, 20, 21 കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ കൂടുതൽ, കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. അതുപോലെ കൂടുതൽ റാങ്ക് ലിസ്റ്റിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവരെല്ലാം ജോലി പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി OBC വിഭാഗത്തിലുള്ള 476 മെയിൽ കയറിപ്പോയിട്ടുണ്ട്. അതായത് OC വിത്തിൻ OCയിലുണ്ട്, സപ്ലിമെൻ്ററിയിലും ഉള്ള ആളാണ് OBC വിഭാഗത്തിലുള്ളത്. പിന്നെ OBC ഫീമെയിൽ 472 ഫീമെയിൽ കയറിയിട്ടുണ്ട്. വിശ്വകർമ്മ 4 സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള ആൾ മെയിൽ കയറിയിട്ടുണ്ട്. പിന്നെ OCയിൽ നിന്ന് ഫീമെയിൽ 454 കയറിയിട്ടുണ്ട്. ഇനി SIUC നാടാർ 10 സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മെയിൽ കയറിയിട്ടുണ്ട്. 11 ഫീമെയിലും കയറിയിട്ടുണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന്. ഇനി SCCC ഇന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 16 മെയിൽ കയറിയിട്ടുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 7 ഫീമെയിൽ കയറിയിട്ടുണ്ട്. ധീരവ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 9 ധീരവ മെയിൽ കയറിയിട്ടുണ്ട്. 7 ഫീമെയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് കയറിയിട്ടുണ്ട്. ഹിന്ദു നാടാർ 7 സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മെയിൽ കയറിയിട്ടുണ്ട്. 1 സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഫീമെയിലും കയറിയിട്ടുണ്ട്. പിന്നെ LV HI ഹിയറിംഗ് കംപ്ലൈൻറ്റ്, അതുപോലെ ലോക്കോമോട്ടീവ് കംപ്ലൈൻ്റൊക്കെ ഉള്ള വിഭാഗത്തിൽപ്പെട്ടവർ LV HI LD or CP എന്നൊക്കെ പറയും. അവർ 6 വെച്ച് കയറിയിട്ടുണ്ട്. LV 6, HI 6, LD CP 6 അങ്ങനെ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ലാസ്റ്റ് ശ്രമം എന്നുള്ള രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുക. ഈ റാങ്ക് ലിസ്റ്റ് വിട്ടു പോകരുത്. എത്ര പേരെ കയറ്റുന്നുണ്ടെന്ന് അന്വേഷിച്ചറിയുക. പിന്നെ ഇനി കിട്ടാൻ പോകുന്നവർക്ക് ജോലി ആവശ്യമുണ്ടോ ഇല്ലയെന്നും കൂടി അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് അറിയുക. കാരണം ചിലപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് വേറെ ഹയർ പരീക്ഷകൾ എഴുതിയവർക്ക് അവിടെ ഹയർ ഡിസിഗ്നേഷനിൽ ജോലി കിട്ടിയിട്ടുണ്ടാകാം. അപ്പോൾ ചിലപ്പോൾ അവർക്ക് അങ്ങനെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ജോലിയിലേക്ക് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്ന് പോയി NOC വാങ്ങിച്ച് വേഗം തന്നെ PSC ഓഫീസിൽ അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ അനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്ഥാനാർത്ഥിക്ക് ജോലി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ അവസരം നിങ്ങൾ എത്രയും പെട്ടെന്ന് വിനിയോഗിക്കുക. അപ്പോൾ മറ്റൊരു ജില്ലയിലെ ഈ
റാങ്ക് ലിസ്റ്റിൻ്റെ അവലോകനവുമായിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.